ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന വിവരം നൽകിയ അമേരിക്കയ്ക്ക് വലിയൊരു പണിയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ വ്യൂഹത്തിന്റെ സുപ്രധാന വിവരങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ സൈന്യത്തിന്റെ ആ വെടി പാഴായി എന്നത് വ്യക്തമാണ്. അമേരിക്ക വെടിവെച്ചിട്ട നിരീക്ഷണ ഡ്രോണിലെ വിവരങ്ങളാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ പടക്കപ്പലിനൊപ്പം മറ്റു 3 കപ്പലുകളും സജ്ജമായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചബഹാർ തുറമുഖത്ത് നിന്ന് ഏതാണ്ട് 1400 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ ഒരു ഡ്രോൺ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത് എന്നത് അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള ഒരു കാര്യം തന്നെയാണ്. അമേരിക്ക ഡ്രോൺ വെടിവെച്ചിട്ടെങ്കിലും അതിൽ നിന്നുള്ള വിവരങ്ങൾ തങ്ങൾക്ക് സുരക്ഷിതമായി ലഭിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ തെളിവുകൾ സഹിതം സ്ഥാപിക്കുമ്പോൾ അവർ നൽകുന്ന ഒരു വ്യക്തമായ സന്ദേശമുണ്ട്. അത് നിഷ്പ്രയാസം ഈ വിമാനവാഹിനി കപ്പല് കടലിൽ മുക്കുവാൻ കഴിയും എന്നത് തന്നെയാണ്. അമേരിക്ക ഒരു ഡ്രോൺ വെടിവെച്ചിട്ടപ്പോൾ മറ്റു 2 ഡ്രോണുകൾ കൂടി വിക്ഷേപിച്ച് മറ്റൊരു വെല്ലുവിളി കൂടി അമേരിക്കയ്ക്ക് ഇറാൻ എന്തായാലും നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകളുടെ ഓരോ ചലനവും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നാണ് ഇറാൻ എന്തായാലും അവകാശപ്പെടുന്നത്. ഈ അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിൽ എബ്രഹാം ലിങ്കണ് പുറമെ 12 വെസലുകളും 3 യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കൃത്യമായ വിവരങ്ങളാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് മേൽ ഒരു മാനസിക ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇറാന്റെ തന്ത്രമായാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്കും ഉപരോധങ്ങൾക്കും ശേഷം മാന്യമായ നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടും ഇത്തരം ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തരം വെല്ലുവിളികൾ ഇറാൻ സൈന്യം നടത്തുന്നത് അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമേരിക്കൻ നീക്കങ്ങളെ ചെറുക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ശരിക്കും ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണ് ലോകത്തിന് മുന്നിൽ ഇറാൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.